നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. തീരുമെടുക്കാൻ തദ്ദേശം. നവംബർ 3-ാം ആഴ്ച തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുമായി UDF. ഇലക്ഷൻ ഒരു മാസം നീട്ടിവയ്ക്കാൻ കമ്മീഷനുമായി ധാരണ. ചിത്രം വ്യക്തമാകുന്നത് സർക്കാർ അപ്പീലിന്മേൽ സെപ്റ്റംബർ 3-ന് ഹൈക്കോടതിയുടെ അന്തിമ വിധിയോടെ. സർക്കാരും കമ്മീഷനുമായുള്ള ധാരണ കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ. ചർച്ചയിലും ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലും ഉയർന്ന വിമർശനങ്ങളിൽ അതൃപ്തിയുമായി കമ്മീഷൻ. തുടർ വിമർശനങ്ങൾ ഒഴിവാക്കി സഹകരിക്കാമെന്ന ധാരണയിൽ UDF. തിരഞ്ഞെടുപ്പ് ഒരു മാസം നീട്ടിയാൽ ഹൈക്കോടതി അംഗീകരിച്ച 28 പുതിയ മുനിസിപ്പാലിറ്റികളിലും കണ്ണൂർ കോർപ്പറേഷനിലും ആധാരമാക്കുന്നത് പുതിയ പട്ടിക. നടപടിക്രമങ്ങൾ ഭരണസമിതികൾ ഡിസംബർ 1-ന് അധികാരമേൽക്കും വിധം. നിലവിലെ കൊല്ലം കോർപ്പറേഷനിലും പുതിയ പട്ടിക അനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പിന് സാധ്യത. കൊല്ലത്തെ സാഹചര്യം മാറിയത് പുതിയ ഒരു പഞ്ചായത്ത് കൂടി കോർപ്പറേഷനിലേക്ക് കൂട്ടിച്ചേർത്ത നടപടി. കോടതി വിധിവരെ കാക്കാൻ സർക്കാരും കമ്മീഷനും. പെൻഷനിൽ പ്രതീക്ഷാകാലം. വിമുക്ത ഭടന്മാർക്ക് വീണ്ടും പ്രതീക്ഷകളുടെ ഓണക്കാലം. 1 റാങ്ക് 1 പെൻഷൻ പദ്ധതിക്ക് മറ്റന്നാൾ പ്രഖ്യാപനമെന്ന് സൂചന. പാകിസ്ഥാനെതിരെ 1965-ലെ ഇന്ത്യൻ യുദ്ധവിജയ ദിനമായ ഓഗസ്റ്റ് 28-ന് പ്രഖ്യാപനമുണ്ടായേക്കുമെന്ന് പ്രതിരോധ മന്ത്രി. വിമുക്ത ഭടന്മാരുടെ അനിശ്ചിതകാല സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി കരസേനാ മേധാവി ദൽബീർ സിംഗ് സുഹാഗ് നടത്തിയ ചർച്ച പരാജയം. പ്രഖ്യാപനം വരെ സമരമെന്ന് സമരഭടന്മാർ. 1 റാങ്ക് 1 പെൻഷനിൽ സർക്കാർ മൌനം വെടിഞ്ഞത് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തുന്ന വിമുക്ത സൈനികരുടെ ആരോഗ്യസ്ഥിതി മോശമായതോടെ. 10 ദിവസത്തിലധികമായി നിരാഹാര സമരം നടത്തുന്നത് 3 വിമുക്ത ഭടന്മാർ. മോദിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദറിലെ പ്രതിഷേധ സമരം തുടങ്ങിയത് 2 മാസം മുൻപ്. 1 റാങ്ക് 1 പെൻഷൻ നടപ്പായാൽ ഗുണം ലഭിക്കുന്നത് 24 ലക്ഷം വിമുക്ത ഭടന്മാർക്കും 6.5 ലക്ഷത്തോളം വിധവകൾക്കും. കടൽക്കൊല വീണ്ടും കോടതിയിൽ. കടൽക്കൊല കേസ് ഇന്ന് സുപ്രീം കോടതി പരിഗണനയ്ക്ക്. കേസിൽ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ നിയമ നടപടികളും നിർത്തിവയ്ക്കണമെന്ന രാജ്യാന്തര ട്രൈബ്യൂണൽ ഉത്തരവുമായി കേന്ദ്ര സർക്കാർ കോടതിയിൽ. നാവികരെ വിട്ടുകിട്ടണമെന്ന ഇറ്റലിയുടെ ആവശ്യം ട്രൈബ്യൂണൽ തള്ളിയതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സർക്കാർ. കടൽക്കൊല കേസിൽ ഇരു രാജ്യങ്ങളും വിചാരണ നിർത്തിവയ്ക്കാൻ രാജ്യാന്തര ട്രൈബ്യൂണൽ ഉത്തരവിട്ടത് 2 ദിവസം മുൻപ്. 2 രാജ്യങ്ങളും കോടതി നടപടികൾ നിർത്തിവച്ച് റിപ്പോർട്ട് സെപ്റ്റംബർ 24-ന് മുൻപ് സമർപ്പിക്കാനും നിർദ്ദേശം. കേസിൽ അന്വേഷണ ഏജൻസി സംബന്ധിച്ച് ധാരണയിലെത്താത്തതിൽ കുറ്റപത്രം സമർപ്പിക്കാനാവാതെ NIA. അന്വേഷണ ഏജൻസിയിൽ തീരുമാനമെടുക്കാൻ 5-അംഗ സംഘത്തെ നിയമിക്കാനും രാജ്യാന്തര ട്രൈബ്യൂണൽ ഉത്തരവ്. ഇറ്റാലിയൻ കപ്പലായ എൻറിക്ക ലെക്സിയിൽ നിന്നുണ്ടായ വെടിവയ്പിൽ മരിച്ചത് 2 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ. കേസിനാസ്പദമായ സംഭവം നടന്നത് കൊല്ലത്ത് 2012 ഫെബ്രുവരി 15-ന്. കടുപ്പത്തിന്റെ കടിഞ്ഞാൺ. കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടാനുള്ള നീക്കത്തിൽ നീരസവുമായി രാഷ്ട്രീയ കക്ഷികൾ. പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുന്നതിൽ പ്രതിഷേധം. സർവകലാശാല ക്യാമ്പസിലും കോളേജുകളിലും മുൻകൂർ അനുമതിയില്ലാതെ പോലീസിന് കയറാൻ അനുമതി നൽകുന്ന മാർഗരേഖ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ. യൂണിയൻ ഓഫീസുകൾ ആഴ്ചയിലൊരിക്കൽ പരിശോധിക്കാനും നിർദ്ദേശം. ആഭ്യന്തര വിദ്യാഭ്യാസ വകുപ്പുകൾ യോഗം വിളിച്ചത് ശ്രീകാര്യം CET, അടൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ചുള്ള ആഘോഷം വിവാദമായതോടെ മുൻകൂർ അനുമതിയില്ലാത്ത ആഘോഷങ്ങൾക്കും നിരോധനം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.